അണ്ണാമലയുടെ രാജി അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അണ്ണാമലയെപ്പറ്റി നേരത്തെ തന്നെ 2 വീഡിയോ ചെയ്തിരുന്നു. ഒന്നല്ല 2. അണ്ണാമലൈ പാർട്ടി വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമില്ല, ഒട്ടുമില്ല. ഞാൻ പറഞ്ഞത് ശരിയാവരുതേ എന്നായിരുന്നു അന്നും എൻ്റെ പ്രാർത്ഥന. അതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഗുഡ് ബൈ അണ്ണാമലൈ എന്ന ആ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കുമ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഗുഡ് ബൈ പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിലെ ചുഴികളും മലരികളും ഒരുപാട് കണ്ട ഒരു ജന്മമായതുകൊണ്ട് അനിവാര്യമായത് സംഭവിക്കും എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും അണ്ണാമലൈ രാജിവെച്ചു എന്ന് അണ്ണാമലൈ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയുമായിരിക്കും. ഇനി അവസാന നിമിഷത്തിൽ പ്രധാനമന്ത്രിയോ ആരെങ്കിലും ഇടപെട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നേരത്തിനുള്ളിൽ അദ്ദേഹം രാജിവെക്കുന്ന ആശയത്തിൽ നിന്ന് പിന്മാറുകയോ അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആ അത്ഭുതം സംഭവിച്ചാൽ അത്രയും നല്ലത്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ചലനമറ്റ ചെളിവെള്ളം പോലെ കിടന്ന തമിഴ്നാട്ടിലെ BJP രാഷ്ട്രീയത്തിൽ ഒരനക്കമുണ്ടാകുകയും ശുദ്ധവായു കയറുകയും ഒഴുക്ക് തുടങ്ങുകയും അങ്ങനെ വലിയൊരു അരുവിയും നദിയുമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തതിൽ അണ്ണാമലയ്ക്ക് വലിയൊരു പങ്കുണ്ട്. സാധാരണ BJPയിൽ നിന്ന് ഒരാൾ രാജിവെക്കുകയോ പുറത്തു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പറ്റി ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഒരു സ്വഭാവമാണ്. എല്ലാ പാർട്ടിയിലും അതുണ്ട്, BJPയിലും അതുണ്ട്. BJPയിൽ നിന്നൊരാൾ പോയി കഴിഞ്ഞാൽ അപവാദങ്ങളുടെ ഒരു ഘോഷയാത്ര അയാളെ ചൊല്ലി ഉണ്ടാവും. അതുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അണ്ണാമലൈ ഏറ്റവും നൈസായിട്ട് എല്ലാവരോടും സന്തോഷമായിട്ട് സംസാരിച്ച് ഞാൻ പോകുവാണ്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല എന്ന് ഉറപ്പിച്ച് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോൾ പോലും ഈ അലിഗേഷൻസ് ഉണ്ടാവും. ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ പല സുഹൃത്തുക്കളെയും വിളിച്ച് ചോദിച്ചു എന്താണ് അവസ്ഥ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അണ്ണാമലയെപ്പറ്റി ഇപ്പോൾ ഉള്ള പരാതി, ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ADMKയുമായിട്ട് കൂട്ടുകെട്ട് തുടങ്ങിയ ആ കാലം മുതലുള്ള പരാതി, അദ്ദേഹം പഴയ നേതാക്കളെ വകവയ്ക്കുന്നില്ല. ഇത് സകല രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്, BJPയിൽ ഇതല്പം കൂടുതലുമാണ്. ഞാൻ പഴയ തലമുറയെ ബഹുമാനിക്കുന്നു, അവരുടെ സേവനങ്ങളെ ഞാൻ വിലമതിക്കുന്നു. പക്ഷേ അവരെ ഈ ഞങ്ങൾ പറയുന്നത് കേട്ട് നടക്കാവൂ, ഞങ്ങൾക്ക് ദക്ഷിണ തന്നിട്ട് എന്ത് കാര്യവും ആലോചിക്കാവൂ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വയസ്സൻ കോംപ്ലക്സ് അത് ഏറ്റവും കൂടുതലുള്ളത് റൈറ്റ് വിങ് പാർട്ടികൾക്കാണ്. അതായത് ശിവസേന, BJP തുടങ്ങിയവർക്കാണ്. അത് വല്ലാത്ത ഒരു സ്വഭാവമാണ്. തിന്നുകയും തീറ്റിക്കുകയുമില്ല എന്നുള്ള രീതിയിൽ ഈ കിളവന്മാർ സംഘടനയെ അങ്ങ് പിടിച്ച് ശ്വാസം മുട്ടിക്കും. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് തോന്നും, കാരണം അവർ അനുഭവം വെച്ച് പറയുന്നതാണല്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേൽമേറ്റ് വരുമ്പോൾ പാർട്ടികൾക്ക് ആവശ്യം പുതുരക്തമാണ്. പുതുതായിട്ട് ചിന്തിക്കാൻ, റിസ്ക് എടുക്കാൻ ഒക്കെ കഴിവുള്ള ആൾക്കാർ വേണം. രാഷ്ട്രീയത്തിലും ഒരു റിട്ടയർമെൻറ്റ് ആവശ്യമാണ്. BJPയിൽ 75 വയസ്സ് എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും അങ്ങനെ പാലിക്കപ്പെടാറില്ല. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ദേശീയ കൗൺസിലോ നാഷണൽ എക്സിക്യൂട്ടീവോ കൂടി അങ്ങനെ ഒരു ചട്ടമൊന്നും പാസ്സാക്കിയിട്ടില്ല. എന്നാൽ
ജനറലി ഒരു 75 വയസ്സ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് 75 വയസ്സായി റിട്ടയർ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഹാർഡായിട്ടുള്ള റൂളൊന്നും അല്ലാതെ, എന്നാലും എല്ലാ പാർട്ടിയിലും അത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ അത് 72 വയസ്സായിരുന്നു. അതിലും സർസംഘചാലകന് ഒഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇത് ലോകം മൊത്തമുള്ള ഒരു പ്രശ്നമാണ്. ഒരു പ്രത്യേക പ്രായമെത്തിയ ആൾക്കാർ അവർ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കും. അവരുടെ ആശയമാണ്, അവരുടെ നടപടികളാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കും. ചെറുപ്പക്കാരെ വളർന്നു വരാൻ സമ്മതിക്കില്ല. വളർന്നു വന്നാൽ തന്നെ എൻ്റെ കീഴിൽ നിന്നാൽ മതി, അതിനങ്ങോട്ട് കയറുമൊന്നും വേണ്ട, ഇങ്ങനത്തെ ചിന്ത. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിന്ത അണ്ണാമലയുടെ കാര്യത്തിലും ഉണ്ടായി. ഇപ്പോൾ അണ്ണാമലയെ പറ്റി പ്രോമിനൻ്റായിട്ട് പറഞ്ഞു കേൾക്കുന്ന ആരോപണം മുതിർന്നവരെ വകവയ്ക്കില്ല. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എല്ലാവരും പറയുന്നതാണ്, നമ്മൾ കേൾക്കുന്നതാണ്, പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല. ഇത് പറയാൻ കൊള്ളാവുന്നൊരു വാചകമാണ്. പക്ഷേ പ്രയോഗത്തിൽ നിങ്ങൾ നോക്കുക, ഒരു പാർട്ടിയും വ്യക്തിനിഷ്ഠമല്ല, പക്ഷേ എല്ലാ പാർട്ടികളും വ്യക്തി നിർഭരമാണ്. വ്യക്തികൾ ചേർന്നാലേ സംഘടന ഉണ്ടാവുകയുള്ളൂ, വ്യക്തികളില്ലാതെ സംഘടന ഉണ്ടാവുക. എന്നാൽ വ്യക്തിയാണോ സംഘടന? അല്ല. ആ അർത്ഥത്തിലാണ് വ്യക്തിക്ക് പ്രാധാന്യമില്ല, സംഘടനയാണ് വലുത് എന്ന് പറയുന്നത്. പക്ഷേ ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ വ്യക്തികളെ വെട്ടിനിരത്താൻ നോക്കരുത്. വലുതാവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വലുതായിപ്പോയ ഒരാളിനെ വെട്ടിനിരത്താനായിട്ട് ഇയാൾ സംഘടനയേക്കാൾ വലുതായി. എന്ത് വലുതായി? എന്ത് ചെയ്തു എന്നാണ് അണ്ണാമലൈ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ചാൽ പോരാ. സോഷ്യൽ മീഡിയയിൽ കളിച്ചിട്ടില്ല അണ്ണാമലൈ. അണ്ണാമലയുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരുടെ വലിയൊരു സംഘമുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ റീല്, യൂട്യൂബ്, അത് ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നു. അതിൽ തെറ്റെന്താ? അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയ ഒരു ഹെൽപ്പ് സോഷ്യൽ മീഡിയ ചെയ്യുന്നു എന്നുള്ളത് ഞാനിതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ മുന്നോട്ടുള്ള പോക്കിൽ ഒരാഴ്ച കിട്ടാൻ സോഷ്യൽ മീഡിയയും ഉപകരിക്കും. ചെറുപ്പക്കാരെ ആകർഷിക്കാൻ, പെട്ടെന്നൊരു മെസ്സേജ് അവരിലെത്തിക്കാൻ, ഇതിനെല്ലാം സോഷ്യൽ മീഡിയയ്ക്കുള്ള മിടുക്ക് നിസ്തുലമാണ്. മറ്റൊരു മീഡിയയ്ക്കും അത് സാധ്യമല്ല. പത്രത്തിൽ ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ച് അത് വായിച്ച് ആൾക്കാർ ഉത്ബുദ്ധരാകുകയും അങ്ങനെ BJPക്ക് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാലം കഴിഞ്ഞല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ ആവശ്യമാണ്. അതിന് മുമ്പുള്ളവർ, അണ്ണാമലയ്ക്ക് മുമ്പുണ്ടായിരുന്നവർ സോഷ്യൽ മീഡിയ ഇത്രയും ഉപയോഗിച്ചിരുന്നില്ല. ശരി, ഉപയോഗിച്ചിരുന്നില്ല, അതുകൊണ്ട് അണ്ണാമലയെ ഉപയോഗിച്ചുകൂടാ എന്നൊന്നുമില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ കാര്യമായ പരാതി അണ്ണാമലയെ പറ്റിയില്ല. പിന്നെ പുതിയൊരു തിയറി ഇറങ്ങിയിരിക്കുന്നത്, അണ്ണാമലയെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ADMK എടപ്പാടി പളനിസ്വാമിക്ക് യാതൊരു പങ്കുമില്ല. ഇതാണ് ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ പറയുന്നതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് പറഞ്ഞില്ല. അണ്ണാമലയെ മാറ്റിയപ്പോൾ അത് പറഞ്ഞില്ല. ഇപ്പോൾ പറയുന്നു അണ്ണാമലയെ മാറ്റിയിട്ടേ ഇല്ല, അണ്ണാമലയുടെ പീരീഡ് കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് വേറെ പ്രസിഡൻറ്റ് വന്നു. സ്വാഭാവികമല്ലേ? അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ADMKയുടെ നിർബന്ധത്തിന് വഴങ്ങി അണ്ണാമലയെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ല, അതും ADMKയുടെ നിർബന്ധമായിരുന്നു. ഇനി അതും അങ്ങനെ അല്ല എന്നൊന്നും പറഞ്ഞു കളയരുത്. അണ്ണാമലയുടെ കൂടെയുള്ളവർക്ക് സീറ്റ് കൊടുക്കരുത്. ഇതെല്ലാം ADMKയുടെ ടേംസ് ആയിരുന്നു. അലയൻസ് ഉണ്ടാക്കണമെങ്കിൽ, അലയൻസ് ഉണ്ടാക്കിയാലേ തമിഴ്നാട്ടിൽ എന്തെങ്കിലും പച്ച പിടിക്കുകയുള്ളൂ എന്ന് ഒരു വിഭാഗം, അലയൻസ് കൊണ്ട് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അണ്ണാമലൈ വിഭാഗം. ഇതിൽ അലയൻസ് വേണം എന്നുള്ള വിഭാഗത്തിന് അപ്പർ ഹാൻഡ് കിട്ടി. അണ്ണാമലയെ ADMKയുടെ ഡിക്റ്റാറ്റ് അനുസരിച്ച് അണ്ണാമലയെ ട്രീറ്റ് ചെയ്തു, മാറ്റി നിർത്തി. അന്ന് ഞാൻ വിചാരിച്ചു അണ്ണാമലൈ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കും. ചെറുപ്പക്കാരനാണ് അണ്ണാമലൈ, 41-42 വയസ്സേ ഉള്ളൂ. IPSകാരനാണ്. അദ്ദേഹത്തിന് ഇനിയും എത്രയോ ഒരു കരിയർ ചൂസ് ചെയ്യാനാണെങ്കിൽ
സമയമുണ്ട്, സൗകര്യമുണ്ട്, സാമർഥ്യമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അണ്ണാമലൈ അപമാനം കടിച്ചു വിഴുങ്ങി പാർട്ടിയിൽ തന്നെ തുടർന്നു. എന്തുകൊണ്ട് അലയൻസ് വേണം എന്ന് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്നതിലും ഭംഗിയായിട്ട് അണ്ണാമലൈ ജസ്റ്റിഫൈ ചെയ്തു. അവിടം കൊണ്ടും തീർന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ബി ജെ പിക്ക് ഒന്നും കിട്ടിയില്ല. ബി ജെ പി പഴയ 3% താഴെ പോയി. 2.7 അങ്ങനെ എന്തോ ആയിപ്പോയി പെർസെൻറ്റേജ് കുറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ബി ജെ പി എല്ലാ സീറ്റിലും മത്സരിച്ചില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പെർസെൻറ്റേജ് കുറയും. എല്ലാ സീറ്റിലും മത്സരിച്ചിരുന്നെങ്കിൽ ബി ജെ പിക്ക് എത്ര കിട്ടുമായിരുന്നു? ഒരു പക്ഷേ 9% വല്ലതും കിട്ടുമായിരുന്നു. അപ്പോഴും അണ്ണാമലൈ കൊണ്ടുവന്ന 11.8 അല്ലെങ്കിൽ അലയൻസും ചേർന്ന് 13.8 എന്നുള്ള ഫിഗർ 2024 തെരഞ്ഞെടുപ്പിൽ ആ ഫിഗറിലും താഴെ നിൽക്കുമായിരുന്നുള്ളൂ. എന്തുമായിക്കോട്ടെ, അതൊക്കെ സാങ്കേതികമായ വാദങ്ങളാണ്. പ്രശ്നം ഒരു യുവരക്തം, തമിഴ്നാടിൻ്റെ ഭാവിയെ മറിക്കാൻ കെൽപ്പുള്ള ഒരു യുവ നേതാവ്, അത് ബി ജെ പിക്ക് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ അതെടുക്കുന്നതിൽ വീഴ്ച പറ്റി എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതിനെ തുടർന്നാണ് അണ്ണാമലയുടെ ഇപ്പോഴത്തെ ഈ പോയില്ല എന്നുള്ള നിൽപ്പ്. പക്ഷേ പോകും ഇനി. കാരണം പ്രധാനമന്ത്രിയെ അദ്ദേഹം കാണുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമന്ത്രിയെ കാണുമോ എന്നെനിക്കറിയില്ല. കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റിക്കഴിഞ്ഞാൽ ഫൈൻ, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇപ്പോൾ പ്രയാസമാണ്. ഒരു ക്രൂഷ്യൽ ക്യാരക്ടറാണ് നമ്മളുടെ തമിഴിസൈ സൗന്ദരരാജൻ. അവർ തെലങ്കാന ഗവർണറാക്കി അവരെ വിട്ടിരുന്നു. അവരെ പോയി എന്നല്ല, അവരെ വിട്ടു എന്ന് വേണം പറയാൻ. ഒരു കണക്കിന് ഉന്തിത്തള്ളി. അവർ തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് അപകടം മണത്തിരുന്നു. കാരണം അവർ അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരിയാണ്. തമിഴ്നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരേ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടിയല്ലോ, അത് തമിഴിസൈ സൗന്ദരരാജനാണ് കിട്ടിയിരുന്നതെങ്കിൽ ജയിച്ച സീറ്റ്, അവർ മുഖ്യമന്ത്രിയാകുമായിരുന്നു തമിഴ്നാട്ടിൽ. അത്രയ്ക്കാണ് ആ സ്ത്രീയുടെ ഈ കോയലേഷൻ പൊളിറ്റിക്സിലെ സാമർഥ്യം. ADMKയും DMKയും മറ്റ് ചില കക്ഷികളെയും കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഒരൊറ്റ സീറ്റിൽ അവരാണ് കോമൺ സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിൽ അവരെ മുഖ്യമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കുമായിരുന്നു എന്നൊക്കെ പറയും. എനിവേ, അല്പം എക്സാഗറേറ്റഡ് ആയിട്ട് ക്ലെയിംസാണ് ഇതെല്ലാം. ആ സ്ത്രീയുടെ സാമർഥ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇതുപോലത്തെ സാമർഥ്യം കൊണ്ട് രാഷ്ട്രീയം നേടുന്ന ആളുകൾ, സാമർഥ്യമില്ലാതെ ഡയറക്റ്റ് ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരുടെ വോട്ട് വാങ്ങിയിട്ട് അതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന അണ്ണാമലയും കൂട്ടരും, ഇവർ തമ്മിലുള്ള ഒരു ഡൈനമിക്സിൻ്റെ ഭാഗമായിട്ടാണ് അണ്ണാമലൈ പുറത്തായത്. ഞാൻ ഒരാൾ ശരി മറ്റേയാൾ തെറ്റ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ ബി ജെ പിയുടെ പ്രിൻസിപ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അണ്ണാമലൈ ആയിരുന്നു ശരി. മറ്റത് ഇത്തരം കോയലീഷൻ പൊളിറ്റിക്സ്, അവിടുന്ന് ഒരാളെ കാലുമാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇയാളുമായിട്ട് കൂട്ടുകൂടി മറ്റേയാളിനെ കണ്ടില്ല എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അല്പകാലമൊക്കെ നിങ്ങൾക്ക് അധികാരത്തിലിരിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ അതൊന്നും ശാശ്വതമാകില്ല. പിന്നെ അണ്ണാമലൈക്കൊരു ഡിസ്ക്വാളിഫിക്കേഷൻ, അണ്ണാമലൈ RSS ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ് എന്നാണ്. ഇത്രയും ദുർബലമായൊരു വാദം ഞാൻ കേട്ടിട്ടില്ല. നോക്കൂ, ഹിമന്ത ബിശ്വ ശർമ്മ സ്റ്റാർ ചീഫ് മിനിസ്റ്ററാണല്ലോ ബി ജെ പിയുടെ. RSSകാരനല്ല, കോൺഗ്രസ്സുകാരനായിരുന്നു. അവിടുന്ന് അടുത്തത് ബംഗാൾ, സുവേന്ദു അധികാരി. ഒരു കാലത്തും RSS ആയിരുന്നില്ല, തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ BJP ആയിരിക്കുന്നു. അടുത്ത സംസ്ഥാനം ബീഹാർ, സമ്രാട് ചൗധരി. ഒരു കാലത്തും RSS ആയിരുന്നില്ല, സമതാ പാർട്ടി, പിന്നെ ലാലുവിൻ്റെ RJD, പിന്നെ JDU. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ BJP. ഇതാണ് സമ്രാട് ചൗധരിയുടെ ഹിസ്റ്ററി. തൊട്ടിപ്പുറത്ത് ഉത്തർപ്രദേശ്, യോഗി ആദിത്യനാഥ് RSSകാരനല്ല, ആയിരുന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്തോ മറ്റോ അല്പം ABVP പ്രവർത്തിച്ചിരുന്നു.
നല്ല ഒന്നാന്തരം ഹിന്ദുവാണ്. രാമജന്മഭൂമി കാലത്താണ് അദ്ദേഹം BJPയുമായിട്ട് ചേർന്ന് ആ സമരത്തിൽ പങ്കെടുത്തു. പിന്നെ മെല്ലെ അങ്ങനെ BJP ആയി. ഈ തനി RSSകാരൻ അല്ലെങ്കിൽ കാരി എന്ന് പറയാൻ ഇപ്പോൾ ഡൽഹിയിലെ രേഖാ ഗുപ്ത, മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫഡ്നവിസ്, മധ്യപ്രദേശിലെ മോഹൻ യാദവ്, ഒറീസയിലെ മോഹൻ റാം മാഞ്ചി, ഇവരൊക്കെയാണ്. ഇവരാരും തന്നെ സ്റ്റാർ ചീഫ് മിനിസ്റ്റേഴ്സ് അല്ല. ആണോ? അല്ല. അപ്പോൾ RSSകാരെക്കാളും ഷൈൻ ചെയ്ത് നിൽക്കുന്നത് നോൺ RSSകാരാണ്. അതിൽ തെറ്റില്ലല്ലോ. എല്ലാവരും RSSൽ നിന്ന് വന്നവരാവണം എന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അത് നടക്കുമോ? രാഷ്ട്രം അങ്ങനെ മുന്നോട്ട് പോകുമോ? 140 കോടി ജനങ്ങളിൽ 140 കോടിയും RSS ആകുന്നത് വരെ എന്നൊക്കെ പറഞ്ഞുള്ളത് ഒരു സങ്കല്പം മാത്രമാണ്. അതൊക്കെ യാഥാർത്ഥ്യമാകാൻ എത്രയോ ദൂരം, എത്രയോ കാലം. അതുകൊണ്ട് RSS ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറയുന്നത് ഒരു ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കരുതാനും പാടില്ല. എന്തുമായിക്കോട്ടെ, വളരെ വാല്യുബിളായിട്ടുള്ള ഒരു പ്രവർത്തകനെയാണ് BJPക്ക് നഷ്ടപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു. ആ ചെറുപ്പക്കാരനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പൊരിവെയിലത്ത് നാൽക്കവലയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു തന്ത്രം, അതെന്തിൻ്റെ പേരിലാണെങ്കിലും അത് ശരിയായില്ല എന്നെനിക്ക് തോന്നുന്നു. ആ ചെറുപ്പക്കാരനോട് എനിക്ക് എല്ലാവിധ അനുതാപവും ആനുകൂല്യവും ഉണ്ട്. അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. എന്തുവായിക്കോട്ടെ, അണ്ണാമലയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.